ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال. എന്നിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളോട് എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണമേ നബിയേ, യുഖീമുസ്സലാ, അവർ നിസ്കാരം നിലനിർത്തണമെന്നും, വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി അവരെ ചെലവഴിക്കണം എന്നും അവരോട് പറയണേ നബിയേ. നിസ്കാരം എളുപ്പമാണ്. നിസ്കാരവും സദഖയും നിസ്കാരവും സക്കാത്തും അത് വരുമ്പോൾ ചില ആളുകൾ പിന്നോട്ട് പോകും. നിസ്കരിക്കാൻ റെഡിയാണ്, ഒന്നും നഷ്ടമല്ലല്ലോ. കയ്യിൽ നമ്മൾ അധ്വാനിച്ച് കിട്ടിയ, നമ്മൾ ഉറക്കൊഴിച്ച, നമ്മൾ ത്യാഗം ചെയ്ത നമ്മുടെ കാശ്, അതിൽ നിന്ന് പാവപ്പെട്ട മിസ്കീനെ കാണുമ്പോൾ ഇത് അള്ളാഹു എനിക്ക് മാത്രം തന്നതല്ല, എൻ്റെ ചുറ്റുവട്ടത്തുമുള്ള മിസ്കീന്മാരുടെ റിസ്ഖും എൻ്റെ കയ്യിൽ അള്ളാഹു തന്നിരിക്കുകയാണ്, ഇത് ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ചിന്തിക്കുന്ന മുഅ്മിനാണ്. അവർക്കേ ഖുർആൻ ഹുദയാവുള്ളൂ. അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة. പിന്നെന്താ പറഞ്ഞത്? വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മുതലാളിക്ക് മാത്രമല്ല. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ ഒരു യാചകൻ വന്നപ്പോൾ ഒരു മുന്തിരിയാണ് ഉണ്ടായത്, ഒരു ഉണക്കമുന്തിരി, ഒരു പീസ്, ഒരു പിടിയല്ല, എത്ര? ഒന്ന്. ആ ഒരു മുന്തിരി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ കാലത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബീബിൽ നിന്ന് പഠിച്ച ദാനധർമ്മം പഠിച്ച ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ ഒരു മുന്തിരി കൊടുത്തപ്പോൾ ആള് ചോദിച്ചു, ഇതെന്താ ഒരു മുന്തിരി, ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? കം ഫീഹാ മിൻ മസാഖീലി ദർറത്തിൻ, അതിൽ എത്രത്തോളം ആറ്റമുണ്ട്, അണുമണികളുണ്ട്. ഒരു മുന്തിരിയാവണമെങ്കിൽ എത്ര കോടി ആറ്റങ്ങൾ വേണം അതില്, നിനക്കറിയുമോ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്, ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അല്ലാഹു കൂലി തരുമല്ലേ. എൻ്റെ ഈ ഒരു മുന്തിരിയിൽ എത്രയായിരം ദർറത്തുകൾ ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഓ, അത് ശരിയാണ്, അത് പോരെ എന്ന് ചോദിച്ചു. അത്രേ ഉള്ളൂ അവിടെ, അതുകൊണ്ട് കൊടുത്തതാണ്. അതേ ബീവി തന്നെയാണ് മുആവിയ റളിയല്ലാഹു അൻഹു 80,000 ദിർഹം കൊണ്ടുപോയി കൊടുത്തപ്പോ ഹബീബിന്റെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹധർമ്മിണിയായ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ, ആ ബീവി ഒരൊറ്റ പകലിൽ 80,000 ദിർഹം മഹാനായ മുആവിയ തങ്ങൾ കൊടുത്തയച്ച സമ്മാനം ഷാമിൽ നിന്ന് ഉച്ചയാകുമ്പോഴേക്കും മദീനയിലെ എല്ലാ പാവപ്പെട്ടവരുടെ വീടുകളിലേക്കും ആ സമ്പത്ത് എത്തിയിട്ടുണ്ട്. 80,000 രൂപയല്ല, 80,000 ദിർഹം, വെള്ളി നാണയമാണ്. ഒന്നുപോലും ബാക്കി വെച്ചില്ല. അപ്പോഴാണ് ബരീറ ബീവി ചോദിച്ചത്, യാ ഉമ്മ, നിങ്ങൾ ഇന്ന് നോമ്പെടുത്തിട്ടില്ലേ? ഉണ്ട് മോളെ, നോമ്പ് തുറക്കാൻ ഒരു ഇറച്ചി കഷ്ണം വാങ്ങിക്കാൻ 1 ദിർഹം ഉമ്മ എന്തേ ബാക്കി വെക്കാതിരുന്നത്? എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. ലാ തുഅന്നിഫീനി, എല്ലാം കൊടുത്തു കഴിഞ്ഞില്ലേ, നിനക്ക് എന്നോട് ഓർമ്മിപ്പിക്കാമായിരുന്നില്ലേ? നിനക്ക് വേണമെങ്കിൽ, എനിക്കത് ഓർമ്മയുണ്ടായില്ല. ഇനി ഞാൻ കൊടുത്തതിനെ സംബന്ധിച്ച് എന്നോട് കുറ്റം പറയല്ലേ, ഞാനത് അല്ലാഹുവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ ആബിദത്താണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അതും ആയിഷ ബീവിയാണ്. ആയിഷ ബീവിന്റെ കല്യാണം മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. ഇത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. 80,000. قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية. എൻ്റെ അടിമകളായ വിശ്വാസികളോട് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, നമ്മളൊക്കെ അതിൽപ്പെട്ടവരാണെങ്കിൽ ശരിക്കും കേൾക്കുക. യുഖീമുസ്സലാഹ്, അവർ നിസ്കാരം നിലനിർത്തണം. റമളാൻ മാത്രം പോയാൽ പോരാ. റമളാനിൽ പെരുന്നാളിന് ജുമുഅക്ക്
ദിവസം 5 നേരത്തെ ഫർള് അള്ളാഹു നിർബന്ധമാക്കിയതാണ്. ഒരു വിട്ടുവീഴ്ചയും അതിനില്ല. ബുദ്ധിയുണ്ടോ തലയിൽ നിസ്കരിച്ചേ പറ്റൂ. നിൽക്കാൻ പറ്റാത്തോ ഇരുന്നാൽ മതി, ഇരിക്കാൻ പറ്റാത്തോ കിടന്നാൽ മതി, അങ്ങനെയൊക്കെ പറ്റും. പക്ഷെ നിസ്കരിക്കാതിരിക്കാൻ പറ്റില്ല. നിസ്കാരം നിലനിർത്തണം. എന്തിനെന്നറിയോ? നിസ്കാരം എങ്ങാനും സുന്നത്താന്ന് പറയാ. സങ്കല്പിച്ചു നോക്കി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാലോ, ഫർളൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി, പറ്റുമെങ്കിൽ 5 നേരമൊക്കെ നിസ്കരിച്ചോളൂ എന്നാണെങ്കിൽ ഒരൊറ്റ കുട്ടി നിസ്കരിക്കാണ്ടാവോ? ഇപ്പോൾ സുന്നത്താണെങ്കിൽ ഒഴിവാക്കാനുള്ളതാണെന്നാണ് വിചാരിച്ചത് നമ്മൾ, അല്ലേ? ചോദിക്കും ചില അത് ഫർളാണ്, സുന്നത്താ എന്താ പിന്നെ കുഴപ്പമില്ല. സുന്നത്തൊക്കെ ഒഴിവാക്കാനുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചത്. സുന്നത്തല്ലേ ഇത്തിബാഴ്, സുന്നത്ത് കൊണ്ടല്ലേ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. വമാ തഖറബ വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. സുന്നത്ത് നിസ്കരിക്കുമ്പോഴേ, സുന്നത്ത് ചെയ്യുമ്പോഴേ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഡ്യൂട്ടി ചെയ്തു പോകുന്നേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു നമുക്ക് ഈ മധുരമറിയാൻ തൗഫീഖ് നൽകട്ടെ. നിസ്കാരം നിലനിർത്തണമെന്ന് പറയണേ നബിയെ. വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന്. കണക്ക് പറഞ്ഞിട്ടില്ല അള്ളാഹു. 100 രൂപ കൊടുക്കണം, 200, 1000, 3000 ഒന്നും പറഞ്ഞില്ല. നാം കൊടുത്തതിൽ നിന്ന്. അത് നിങ്ങൾക്ക് ആരോഗ്യമായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം കൊണ്ട് ദീൻ ഖിദ്മത്ത് എടുക്കണം. നിങ്ങൾക്ക് ആരോഗ്യമായിരിക്കും, തന്നു പൈസ അല്ല കയ്യിൽ, ആരോഗ്യമുണ്ട്, നല്ല യുവാവാണ്. നിന്റെ തടി കൊണ്ട്, ആഫിയത്ത് കൊണ്ട് എന്തൊക്കെ സേവനം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. അറിവാണുള്ളത്, ഇൽമാണ്, പൈസ ഒന്നും കയ്യിലില്ല, ആരോഗ്യമില്ല. ആ അറിവ് നിങ്ങൾ ഇന്നത്തെ സാധ്യമായ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക. അത് നിങ്ങളുടെ സ്വതക്കയാണ്. ഇൽമൊരു റിസ്ഖാണെന്നാണ്. പൈസ കയ്യിൽ കിട്ടുന്ന പോലെ നമ്മുടെ ഉസ്താദുമാർ, അവരെ അള്ളാഹു നമുക്ക് നൽകുന്നത് ഒരു റിസ്ഖാണ്. ആ റിസ്ഖ്, ഇൽമിന്റെ റിസ്ഖ്, നമ്മൾ അർഹിക്കുന്ന റിസ്ഖ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കും. ഒരു കാര്യം കൂടെ പറയാം. ലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും, ലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും. സൂറത്തുൽ അൻഫാൽ. നിങ്ങളിവിടെ വാദ് കേൾക്കാൻ വേണ്ടി ഇരിക്കണ്ടല്ലോ, നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. എന്തെന്നറിയോ? നിങ്ങളിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് എത്തിയത്. അള്ളാഹു എന്താ പറഞ്ഞത്? അള്ളാഹു അവരിൽ എന്തെങ്കിലും ഖൈറുണ്ട് എന്ന് അള്ളാഹു അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅസ്മഅഹും, നന്മ കേൾക്കാനുള്ള, സത്യം കേൾക്കാനുള്ള, ഈമാനും ഖുർആനും ഹദീസും അറിയാനും കേൾക്കാനുമുള്ള അവസരം അള്ളാഹു അവർക്ക് നൽകിയേനെ. ഖൈറില്ല, അവർ കേൾക്കാൻ അവസരം ഉണ്ടാവില്ല. ഖൈറുള്ളവർക്കേ കേൾക്കാൻ അവസരമുള്ളൂ എന്ന് അള്ളാഹു അക്കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനാത്തുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹു. അപ്പോൾ എന്തെങ്കിലും ഒരു വാദിൻ്റെ ഒരു ക്ലിപ്പ് ചിലപ്പോൾ അതിൽ വന്നായിരിക്കും ഒരാൾ വലിയ ഹിദായത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഇങ്ങനെ വരിക. വെറുതെ ഇങ്ങനെ പോയതാണ്. അപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അവനെ കേൾക്കുക എന്ന് തോന്നി. അങ്ങനെ റോഡ് സൈഡിൽ എന്തോ ബ്ലോക്ക് ആയപ്പോൾ റോഡിൻ്റെ സൈഡിൽ നടക്കുന്ന ഒരു വാദിൻ്റെ ഒരു ശകലം ബ്ലോക്ക് പെട്ടതുകൊണ്ട് കേട്ടതാ. പക്ഷെ പിന്നെ അയാൾക്ക് തോന്നി ഇതിലെന്തോ കാര്യമുണ്ടല്ലോ, അങ്ങനെ നന്നാവും. ഇതൊന്നും വെറുതെ നടക്കുന്നതല്ല. ലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹു. അവരിലൊരു നന്മ കാണും. ആ നന്മ ഒരുപക്ഷെ ജീവിതത്തിൽ അയാൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു സമയത്ത് ചെയ്ത നന്മയായിരിക്കാം. അങ്ങനെ ഒരു ഖൈർ നിങ്ങളുടെ ചിന്തയിലും മനസ്സിലുമുണ്ടോ, അള്ളാഹു നിങ്ങൾക്ക് നന്മ കേൾക്കാൻ അവസരം തന്നിരിക്കും. അള്ളാഹുവിന്റെ വാക്കാണ്. ഇല്ലേ, കേൾക്കൂല, അവസരം ഉണ്ടാവില്ല, അവസരം അള്ളാഹു തരൂല. നിങ്ങൾ വെറുതെ ഒരാളുടെ കൂടെ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും അയാൾ ഒരു കാര്യം പറഞ്ഞുതരിക, ഒരു ഇൽമ്, ഒരു അറിവ് എന്ന് പറയുക. ഇങ്ങനെതാ, നീ കണ്ടു നോക്കൂ, നീ കേട്ടു നോക്കുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. കേൾക്കാൻ അവസരമുണ്ടായി. ഇൽമ് ഒരു റിസ്ഖാണ്. നിങ്ങൾക്കതാണ് കിട്ടിയതെങ്കിൽ ആ റിസ്ഖ് നിങ്ങൾ ദാനം ചെയ്യണം. യുൻഫിഖൂ മിമ്മാ റസഖ്നാഹും. സമയമുണ്ടോ? നിങ്ങളുടെ സമയം ഈ ഉമ്മത്തിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ ചിന്തകൾ ഉമ്മത്തിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അതേ കൊടുക്കാൻ പറ്റൂ, അത് മതി. ഇല്ലേ, ഒരു പുഞ്ചിരിയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ.
നിങ്ങളുടെ കൂട്ടുകാരെ, വേണ്ടപ്പെട്ട ആളുകളെ, നിങ്ങളുടെ നാട്ടുകാരെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ നിങ്ങൾ കാണുമ്പോഴേ അവരോട് നിങ്ങൾ പുഞ്ചിരിക്കുന്നത് മുഅ്മിനെ നിനക്ക് സ്വതക്കയാണ്, നിനക്ക് സ്വതക്കയാണ്. തന്നെയാണും പെണ്ണും കാണുമ്പോൾ ചിരിക്കണ സ്വതക്കയെ കൂട്ടൂലേ, അവിടെ അദാബാണ്. അതിനെ പറ്റിയല്ലേ പറയണത്. അത് സ്വതക്കയാണ്. പിന്നെ പറഞ്ഞു, നിങ്ങൾ യുഫ്രിഗ അഹദുക്കും ദൽവ, ഒരാൾക്ക് ഒരു ബോട്ടിൽ വെള്ളം നിറച്ചു കൊടുക്കുന്നു, കുടിക്കാൻ ഒരു കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു, ഇത് സ്വതക്കയാണ്. പണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം മുക്കണ ഉദാഹരണം നമുക്ക് ഓർമ്മ വരുള്ളൂ. എന്തൊക്കെ അങ്ങോട്ട് ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഭക്ഷണമോ പാനീയമോ സപ്ലൈ ചെയ്യുന്നില്ലേ കുട്ടികളെ? മുമ്പൊക്കെ കല്യാണത്തിന് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാണ് സപ്ലൈ ചെയ്യുക ഭക്ഷണത്തിന്, അല്ലേ? അപ്പൊ ഇതാരത് അമ്മായിന്റെ മോൻ, ഇത് പെങ്ങളെ മോനാണ്, ഇവനിപ്പം കോളേജ് പഠിച്ചു കഴിഞ്ഞ് വന്നതാണ്. അവിടെ ആ കല്യാണ പന്തലിലെ മുഴുവൻ മക്കളും നമ്മുടെ കുടുംബമാണ്, അല്ലെങ്കിൽ വിവാഹ വീട്ടിലെ കുടുംബക്കാരാണ്. ഇപ്പോ മക്കളെ നിങ്ങൾ ഏത് കമ്പനിയാണ്? ഞാൻ എൻ്റെ കമ്പനി. ഇവിടുന്ന് വരുന്ന ഞങ്ങൾ മംഗലാപുരത്തുനിന്നാ. നിങ്ങളോ? ഞങ്ങൾ ഉടുപ്പി ബേസ്ഡ് കമ്പനിയാണ്. നിങ്ങളോ? ഞങ്ങൾ എറണാകുളത്ത് നിന്നുള്ള ടീമാണ്. ആ ഭക്ഷണം വിളമ്പിക്കൊടുക്കലൊക്കെ സ്വതക്കകളായിരുന്നു, ഒക്കെ നഷ്ടമായി. മിണ്ടാണ്ട് പോയിരിക്കുക, റെസ്റ്റോറൻറ്റ് പോയ പോലെ കഴിക്കുക, തിരിച്ചു പോരാ. സ്വതക്കകളായിരുന്നു അത്. ഒരാളെ വാഹനം കയറാൻ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു കൊടുക്കുന്നത്, അതിൻ്റെ റിഖാബ് പിടിച്ചു കൊടുക്കുന്നത്, ചവിട്ടുപടി പിടിച്ചു കൊടുക്കുന്നത്, അതിൻ്റെ ഒട്ടകക്കട്ടിൽ പിടിച്ചു കൊടുക്കുന്നത് സ്വതക്കയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബസ്, ലൈൻ ബസ് നിർത്തി, ഒരു പ്രൈവറ്റ് ബസ് നിർത്തി, ഒരു ഉമ്മ കയറാൻ വയ്യ, ആ ഡോർക്കൊന്ന് പിടിച്ചു കൊടുത്ത് ആ ഉമ്മാക്ക് കയറാൻ ഒരു സൗകര്യം ചെയ്തു കൊടുത്തു, അത് സ്വതക്കയാണ്. ട്രെയിൻ വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ചാടിക്കയറാൻ പറ്റുന്ന ആരോഗ്യമുണ്ട്, പക്ഷെ പ്രായമുള്ള 1-2 ആളുകൾ ഈ വണ്ടിയിൽ കയറി പോകേണ്ടവരാണ്. നിങ്ങളൊന്ന് മാറി നിന്ന് അവരെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് നിങ്ങൾ പിന്നാലെ കയറുന്നു. അവരാദ്യം കയറട്ടെ. നിങ്ങൾ ചെയ്തത് സ്വതക്കയാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂലേ? നമ്മൾ ആദ്യം കയറിയിരിക്കുക, മറ്റോ കയറിയില്ല, വണ്ടി പോട്ടെ, ഒരു കാലം ഉള്ളിൽ ഒരു കാലം പുറത്ത്, ഒന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കയറിയിട്ടുണ്ട്. ഇങ്ങനെയല്ല മുഅ്മിനീങ്ങൾ. ഇത് മുഅ്മിനിന്റെ സ്വഭാവമേ അല്ല. വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ. എൻ്റെ ആവശ്യം നടന്നില്ലെങ്കിലും എൻ്റെ കൂട്ടുകാരൻ്റേത്, എൻ്റെ വേണ്ടപ്പെട്ടവൻ്റെ ആവശ്യം അത് നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതൊക്കെ സ്വതക്കകളാണ്, ദാനധർമ്മം. ഇനി ഇതൊന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലേ? തകുഫ അദാക്, നീ ഒരാളെയും വേദനിപ്പിക്കല്ല, നിന്റെ നാവുകൊണ്ട് ഒരാളെയും ആക്ഷേപിക്കല്ലേ, പരിഹസിക്കല്ലേ. ദീനോ ദീനിന്റെ അറിവുകളോ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് വ്യക്തികളെ ആരെയും ഉദ്ദേശിച്ചുകൊണ്ടല്ല. അതിലൊരാൾക്ക് വേദന തോന്നുന്നു, വേദന തോന്നാൻ പാടില്ല. അള്ളാഹുവിൻ്റെ വിഷയമല്ലേ, അള്ളാഹുവിൻ്റെ വിഷയമല്ലേ. അതിൽ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വേദനിപ്പിക്കരുത്. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന് കോട്ടം പറ്റുന്ന രീതിയിൽ ഒരു വ്യക്തിയെ ആക്ഷേപിക്കരുത്. നിങ്ങൾക്ക് അത്രേ ചെയ്യാൻ പറ്റൂ, അത് മതി. അത് സ്വദഖത്തും മിൻക അലാ നഫ്സിക്, നിന്റെ നഫ്സിൽ നിന്ന് നിന്റെ നഫ്സിനോട് നീ ചെയ്യുന്ന സ്വദഖയാണ്. ഒരു മനുഷ്യനും ഉപദ്രവമില്ലാതെ നീ ജീവിക്കുന്നത്, അത്രേ നിന്നെ കൊണ്ട് പറ്റൂ, അതും നീ ചെയ്യണം. യുൻഫിഖൂ മിമ്മാ റസഖനാഹും, ഇതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് തന്ന തൗഫീഖുകളാണ്, അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കണം. സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും. എന്തിനാ പരസ്യമായി എന്ന് പറയാൻ കാരണം? കൊടുക്കുന്നത് സകാത്ത് പരസ്യമായിട്ടാണ് കൊടുക്കേണ്ടത്, സ്വതക്ക രഹസ്യമായിട്ടാണ് കൊടുക്കേണ്ടത്. ഫർള് നിസ്കാരം പള്ളിയിൽ ജമാഅത്തായി അതൊരു ഉമ്മത്തിന്റെ ഷിആറാണ്, അത് പരസ്യമായി നടക്കണം. സുന്നത്ത് നിസ്കാരം കഴിയുമെങ്കിൽ ഏറ്റവും രഹസ്യമായി നിങ്ങളുടെ വീട്ടിൽ പോയി നിസ്കരിച്ചാലും മതി. സുന്നത്തിന് അതാണ് കൂലി. പള്ളിയിലല്ല സുന്നത്ത് കൂലി കൂടുതലുള്ളത് ഒരു പക്ഷേ നിങ്ങളുടെ വീടിനുള്ളിലെ രഹസ്യമായൊരു സ്ഥലത്താണ്. മറ്റേത് ഷിആറ. റമദാനിലെ നോമ്പ് പരസ്യമായിട്ടേക്കോട്ടെ, ഇഫ്താറൊക്കെ പരസ്യമായിട്ട് നടത്തിക്കോളൂ, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ സുന്നത്ത് നോമ്പ് അതാരും അറിയരുത്, നിങ്ങളും പടച്ചവനെ അറിയാൻ പാടുള്ളൂ. എന്നാലും ഒരു സുഖത്തിന് പറഞ്ഞു പോകും, ഞാനിപ്പോൾ എത്ര കാലമായിട്ട് എല്ലാ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നുണ്ട്, മതി മോലിരെ, മതി കുട്ടി, മതി സഹോദര, കഴിഞ്ഞു, കൂലി തീർന്നവിടെ. ഇനി പട്ടിണി നടക്കണ്ട, ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ജീവിച്ചോ ബാക്കിയുള്ള കാലം. പറഞ്ഞുപോയി. കൽബിന്റെ ഉള്ളുന്നത് വരും, പറയാൻ നാവിലിങ്ങനെ വരും.
ചിലർ വെറുതെ പറയും ഞാൻ എന്നും രാവിലെ ഇത്ര ഓതാറുണ്ട്, ഞാൻ എന്നും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കൂടെയുള്ള ആളുകൾക്കൊരു ഉന്മേഷവും അവർക്കൊരു ഉത്സാഹവും ഉണ്ടാവാൻ അതാണ് നിങ്ങളുടെ നിയ്യത്തെങ്കിൽ മാഷാ അല്ലാഹ്, വല്ലാഹു അഅലമു ബിനിയ്യാതികും, നിങ്ങളുടെ നിയ്യത്തുകളെ അല്ലാഹുവിനെ അറിയുള്ളൂ, അതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് റിയാഅൻ വസുംഅതൻ, അതാളറിയണം, ആളുകൾ അറിയണം, അങ്ങനെ ഞാനൊരു കുഴപ്പമില്ലാത്ത ആളാണെന്ന് എന്നെ പറ്റി അവരൊക്കെ ഒന്ന് അറിഞ്ഞേക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണെങ്കിൽ ഹബാഅം മൻസൂറാ, തീർന്നുപോയി. നമ്മൾ അമല് ചെയ്യാത്ത കുഴപ്പമില്ല, എന്ന് ചെയ്യുന്നത് പരസ്യപ്പെടുത്തി നശിപ്പിച്ചു കളയാണ്. ഇന്നത്തെ കുഴപ്പം അതാണ്, നശിപ്പിച്ചു കളയാണ്. ദാനധർമ്മം, നമ്മുടെ പള്ളിയും മുനാരങ്ങളും ഈ മനോഹരമായ അലങ്കാരങ്ങളും, എന്ത് അലങ്കാരങ്ങൾ, നമ്മളെ ഉറൂസായിക്കോട്ടെ പള്ളിയായിക്കോട്ടെ, എല്ലാറ്റിലും ഒരു മിതത്വം, ഇസ്രാഫ് ഒരിക്കലും പാടില്ല. ഒരിക്കലും നമ്മൾ ആവേശപ്പുറത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാകും, പക്ഷെ അതിൽ ധൂർത്ത് എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തരുത് ഏതൊരു കാര്യവും. അല്ലാഹുവിന് ഇഷ്ടമല്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ വൽകാഫിറൂന ഹുമുൽ ളാലിമൂൻ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളിൽ ഓരോരുത്തരും മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. മഹാനായ ഹാത്തിമു ത്വായിയുടെ മകൻ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, അവർ ഉദ്ധരിച്ച ഹദീസാണിത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾ മെല്ലെ ചൊല്ലിയാൽ മതി, എന്നാലും ചൊല്ലാണ്ടിരിക്കരുത്. ചൊല്ലൽ നിർബന്ധമാണ്. അത് നമ്മുടെ ഹബീബിനെ നമ്മുടെ ഖൽബുമായി ബന്ധിപ്പിക്കാനുള്ള പാലമാണ് സ്വലാത്ത്. മിണ്ടാണ്ടിരിക്കരുത്. എന്ത് ചെയ്യണം? നിങ്ങൾ ചൊല്ലിക്കോളൂ. ഉറക്ക ചൊല്ലണം എന്നല്ല ഞാൻ പറഞ്ഞത്, മെല്ലെ ചൊല്ലിയാൽ മതി. ഇൻഷാ അല്ലാഹ് ചൊല്ലാ. നബിന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു. നിങ്ങളിൽ ഓരോരുത്തരോടും അല്ലാഹു നേർക്കുനേരെ സംസാരിക്കും. ഓരോരുത്തരോടും. ഞാനിപ്പോൾ വേദ പറയണത് നിങ്ങൾ ഓരോരുത്തരോടും അല്ല, ഒരു സമൂഹത്തോടൊന്നാകെയാണ്. ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, ലൈവ് പോകുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ വേറെ നാട്ടിൽ നിന്നോ വേറെ സ്ഥലത്തുനിന്നോ കേൾക്കുന്നത് കാണും. എന്നാൽ ഒരാളോട് 1 to 1 നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ, അതുപോലെ അള്ളാഹു എന്നോടും നിങ്ങളോടും സംസാരിക്കും. നമുക്കൊരാളോട് സംസാരിക്കാനേ പറ്റൂ. ഒരു നേരം 4 ആളോട് ഒരുമിച്ച് സംസാരിക്കാൻ പറ്റുമോ? കഴിയില്ല. പക്ഷെ അള്ളാഹു മുഖാലിഫുൽ ലിൽ ഹവാദിസ്, അള്ളാഹ് സൃഷ്ടികളെ പോലെയല്ല. അള്ളാഹുക്ക് കോടാനുകോടി ആളുകളോട് ഒരേ നേരം സംസാരിക്കാൻ അള്ളാഹുവിന് കഴിയും. ഹിസാബ് അല്ലാഹ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. ഒന്നും അള്ളാഹ്ക്ക് പ്രശ്നമുള്ള കാര്യമില്ല. നമുക്കിതൊന്നും ഒരൊറ്റൊരു പഠിച്ചവനെ എത്ര ക്യൂ നിൽക്കേണ്ടി വരുന്നു ഒന്നും വേണ്ട. അള്ളാഹ്ക്ക് അത് എളുപ്പമാണ്. കോടിക്കണക്കിന് ആളുകളോട് ഒരേ നേരം 1 to 1 അള്ളാഹുവിനെ കലാം ചെയ്യാൻ കഴിയും, സംസാരിക്കാൻ. നിങ്ങളോട് ഓരോരുത്തരോടും അള്ളാഹു നേർക്കുനേരെ സംസാരിക്കും. ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. നിങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മുബല്ലിഗ് ആവശ്യമില്ലാത്ത വിധം, ഒരു തർജുമാൻ, ഒരു പരിഭാഷകനോ ഒരു ഇടനിലക്കാരനോ ഇല്ലാത്ത വിധം അള്ളാഹു നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ പഠിച്ചവൻ എൻ്റെ ഒപ്പം ആരെങ്കിലും വേണം. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഈ ഒപ്പം വാ, നീ ഒറ്റക്ക് പോകാൻ പേടിയാണ്, ഒരാളെ കൂട്ടിക്കൊണ്ടുപോകും കൂടെ, അല്ലേ? ഫയന്നുറു ഐമന മിൻഹു. അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ ഓരോരുത്തരും, ഓരോ ആണും പെണ്ണും അവരുടെ വലതുഭാഗത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം. ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളാണ് നമ്മുടെ വലതുഭാഗത്ത് നിൽക്കുന്നത്. വയന്നുറു അശ്അമ മിൻഹു. ഇടതുഭാഗത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളാണ് ഇടതുഭാഗത്ത് നിൽക്കുന്നത്. ഇവിടെ നന്മകളുണ്ട്. വയന്നുറു തിൽഖാഅ വജ്ഹിഹി. അല്ലാഹു സംസാരിക്കുകയാണ്. മുമ്പിൽ നോക്കുമ്പോൾ ഫലാ യറാ ഇല്ലന്നാർ.
നരകമാണ് മുമ്പിൽ കാണുന്നത്. കത്തിയാളുന്ന നരകത്തിന്റെ സഫീറുകളും ഷഹീഖുകളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നരകത്തിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. അവിടെ ആളുകളെ കൊണ്ടുപോയി കൊട്ടുന്നുണ്ട് നരകത്തിലേക്ക്. നിന്റെ വലതുഭാഗത്ത് നീ ചെയ്ത നന്മകള്, ഇടതുഭാഗത്തേക്ക് നീ ചെയ്ത തിന്മകള്. മുമ്പിൽ നരകം, നിന്റെ മുകളിൽ അല്ലാഹു ജല്ല ജലാലുവിന്റെ അള്ളാഹുവിന്റെ സാന്നിധ്യം നീ അറിയും. ഫത്തഖുന്നാർ, ആ നരകത്തിലേക്ക് വീഴാതെ നിങ്ങൾ നോക്കണേ. വലൗ ബിശിഖ്ഖി തംറ, ഒരു ഈത്തപ്പഴത്തിന്റെ പകുതിയെ നിങ്ങൾക്ക് ചീന്തിക്കൊടുക്കാനുള്ളൂ നിങ്ങളുടെ കയ്യിൽ, അതെങ്കിൽ അത് നിങ്ങൾ കൊടുക്കണമേ. നരകത്തെ നിങ്ങൾ കാക്കണേ. ദാനം കൊണ്ടാണ് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നമ്മളത് ചെയ്യുന്നുണ്ടോ? നാളുകൾക്ക് ലിസ്റ്റ് കൊടുക്കുക ചെയ്യുക. പള്ളിൻ്റെ പണിൻ്റെ 100 ചാക്ക് സിമെന്റ് നിങ്ങൾ തന്നേ പറ്റൂ. അത് 90 ചാക്കാക്കാൻ പറ്റില്ല, 100 പറ്റും. അത് ഏൽപ്പിച്ചു കഴിഞ്ഞു. അയാളൊരു പക്ഷെ കൽബ് കൊണ്ട് ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആ മനുഷ്യന് ആ കൂലി കിട്ടൂല. ഒരാഗ്രഹം പറയാം, നിങ്ങൾക്കൊരു 100 ചാക്കൊക്കെ തരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പം ആ മനുഷ്യൻ ഇഖ്തിയാറോടുകൂടെ മജ്ബൂറല്ലാതെ സ്വയം പ്രേരിതമായിട്ട് അദ്ദേഹം ഒരു സംഖ്യ പറയും, ആയിക്കോട്ടെ അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ എഴുതി കൊടുക്കുകയാണ്. അതൊക്കെ സ്വതക്കയുടെ കൂലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അത്ര ഞാൻ പറയും, മോശം എന്നല്ല പറയുന്നത്. ഈമാനൊക്കെ കുറഞ്ഞ ആൾക്കാരാണ് നമ്മൾ. വെറുതെങ്കിലും ഒരു ക്ലാസ് റൂം ഇന്നാളെ വകയാണ്, അല്ലെങ്കിൽ മെഹ്റാബ് ഉസ്താദുമാരുടെ റൂം, ഇപ്പം നമ്മുടെ മുദരിസ് ഉസ്താദിൻ്റെ റൂം, അതൊക്കെ നല്ല ഉഷാറാക്കി കൊടുക്കാൻ സമയമാക്കണം. ബാത്റൂമൊക്കെ ഒന്ന് ഉഷാറാക്കി നല്ല ഭംഗിയാക്കി പണിയൊക്കെ നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞു. അൽഹംദുലില്ലാ. അവർക്ക് നല്ല ഇസ്സത്ത് കൊടുക്കണം. അൽഹംദുലില്ലാ. അപ്പോൾ അത് ഇന്നാളാ ചെയ്യുന്നത്, ഇന്നാളുടെ വകയാണ് അവിടുത്തെ കാർപ്പറ്റ്, ഇന്നാളുടെ വകയാണ് അവിടുത്തെ പില്ലറുകൾ, ഇന്നാളുടെ വകയാണ് അവിടുത്തെ മരം. ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും കേൾക്കുമ്പോൾ രസമല്ലേ? ഇതൊക്കെ കൊടുത്ത ആൾക്ക് ഇത് കേൾക്കുക എന്തോ രസമായിരിക്കുന്ന, ഭയങ്കര രസമായിരിക്കും. ആ രസം എന്ന് പറഞ്ഞത് അപകടമാണ്. വേണ്ട, നിങ്ങൾ ഒരിക്കലും അത് ആഗ്രഹിക്കരുത്. ആഗ്രഹിക്കാതെ പിന്നിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ഒരു ഉയർച്ച തന്നു, നിങ്ങൾ അറിയപ്പെട്ടു. നിങ്ങൾ അറിയപ്പെടാൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. പക്ഷെ അത് നിങ്ങൾ അറിയപ്പെട്ടു, എന്താ ചെയ്യുക? ആയിക്കോട്ടെ, അതൊരു ബലാ ആണ്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, അള്ളാഹു നൽകുന്നൊരു പരീക്ഷണമാണ്. അത്രേ വിചാരിക്കാൻ പാടുള്ളൂ. സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം നമ്മൾ വിചാരിക്കുന്നുണ്ടോ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ മഹത്വം എത്രയാണെന്ന്? അധികാരം മുഴുവൻ കയ്യിലാണ്. അധികാരം മുഴുവൻ ഒരു പഞ്ചായത്തിൻ്റെയും ജില്ലയുടെയും സ്റ്റേറ്റിൻ്റെയും ഒരു നാടിൻ്റെയുമല്ല, ലോകരാജ്യങ്ങളുടെ അധികാരം. പിന്നെ സർവ്വ പിശാചുക്കളും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടിമകളാണ്. ജിന്നുകളുടെ ലോകം, അദൃശ്യമായ ലോകം, കൗണ്ട്ലെസ് ലേബേഴ്സ് ഫ്രം ജിൻ കൈൻഡ്, ഇവരൊക്കെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പണിക്കാരാ. എന്താ വേണ്ടത്? കൊട്ടാരമോ അങ്ങുണ്ടാക്കും, കുളമോ പാത്രങ്ങളോ. എന്താ വേണ്ടത്? മഹാരീബ, വലിയ വലിയ പാത്രങ്ങളും തളികകളും, കൂട്ടമായി ഭക്ഷണം കൊടുക്കുന്ന ഒക്കെ ഭക്ഷണം വരെ ജിന്നുകളെ കൊണ്ടുണ്ടാക്കിക്കുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. കഴിഞ്ഞോ? കാറ്റിൽ പറക്കുകയാണ് സുലൈമാൻ അലൈഹിസ്സലാം. എന്നിട്ട് മഹാനവറുകൾക്ക് അള്ളാഹുവിൻ്റെ ഇബാദത്തിന്റെ ആനന്ദത്തിലും വലുതല്ല ഇതൊന്നും എന്ന് മനസ്സിലായിടത്താണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മഹത്വം നമ്മൾ അറിയേണ്ടത്. നമ്മുടെ കയ്യിൽ 4 പൈസ കിട്ടിയ മിനിമം ശൂന്യമല്ലാതായെങ്കിലും മാറും അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. ഇനി നമുക്ക് പറ്റൂല ഓല കൂടെ പൈസ ഒക്കെ ആയില്ല, ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് മാറി ചവിട്ടാൻ സമയമായിക്കണ. പിന്നെ പള്ളിയിലേക്ക് വരൂല, പിന്നെ ദീനിന്റെ വിഷയങ്ങളിലേക്കില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പോലെ ഇത്രയധികം പണവും പത്രാസും അധികാരവും ജിന്നുകളുടെ ലോകവും പിന്നെ ഫ്ലൈറ്റും. അന്നത്തെ ഫ്ലൈറ്റ് അല്ലോ, ഇൻവിസിബിൾ ഫ്ലൈറ്റ് ആണത് സുലൈമാൻ അലൈഹിസ്സലാമിന്റെ. ഒരു മാസം എടുക്കുന്ന യാത്ര, ഒറ്റ രാവിലത്തെ ഒരു ട്രിപ്പ്, ഒരു മാസം എടുക്കുന്ന യാത്രയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇന്ത്യയിൽ വന്നു പോയിട്ടുണ്ടെന്നാണ്. രാവിലെ പുറപ്പെട്ട് 10 മണിയാകുമ്പോഴത്തേനും ഇവിടെ എത്തും, ഉച്ചയാകുമ്പോൾ തിരിച്ച് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തുന്നു. യാ അല്ലാഹ്, ഇതൊക്കെ ഉണ്ടായിട്ടും അല്ലാഹുവേ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയാണ്, കിങ്ങാണ്. പടച്ചോനെ, എനിക്ക് നീ മുസ്ലിമായി മരിക്കാൻ ഭാഗ്യം നൽകണമേ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഒരു അസ്ർ നിസ്കാരം, കുതിരയെ നോക്കി പരിപാലിക്കുന്നതിനിടയിൽ അസ്ർ നിസ്കാരം ഖളാ ആകാനാകുമ്പോഴാണ് എനിക്കിത് വേണ്ട പടച്ചവനെ, ഈ ഹുബ്ബുൽ ഖൈർ,
സമ്പത്തിനോടുള്ള ഒരു സ്നേഹം എന്റെ കൽബിൽ വന്നുപോയോ പടച്ചവനെ എന്ന് പറഞ്ഞ് ആ കുതിരയെ അറുത്തുവെന്നും മഹാനവറുകൾ അല്ലാഹുലേക്ക് തൗബ ചെയ്ത് ഖർറ റാക്കിഅൻ വഅനാബ്, അല്ലാഹുലേക്ക് തൗബ ചെയ്ത് കരയാണ്. ഒരു അസ്ർ നിസ്കാരം ഖളാ ആകാൻ പോകുമ്പോൾ സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം, ഇത്ര പൈസ ഉണ്ടായ നമ്മൾ ആരെങ്കിലും 5 നേരത്തെ നിസ്കാരം കറക്റ്റ് ചെയ്യുമോ? സുന്നത്ത് നിസ്കരിക്കാൻ നമ്മളെ കിട്ടുമോ? ഒരു കൃഷിയിടത്തിന്റെ മുകളിലൂടെ ഇത്രമേൽ സമ്പന്നനായ സുലൈമാൻ അലൈഹിസ്സലാം പറന്നു പോകുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം ആലു ദാവൂദ് നബിയുടെ കുടുംബമാണത്. വാപ്പ ദാവൂദ് നബി അലൈഹിസ്സലാം, വാപ്പ തുടങ്ങി വെച്ചതാണ് മസ്ജിദുൽ അഖ്സയുടെ പണി പൂർത്തിയാക്കി നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി തുടങ്ങി വെച്ചു അതിന്റെ മുമ്പ്, പിന്നെ ദാവൂദ് നബി, പിന്നെ സുലൈമാൻ, വാപ്പയും മോനും കഅബാലയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബിയും പൂർത്തീകരിച്ച പോലെ മസ്ജിദുൽ അഖ്സ ദാവൂദ് നബിയും സുലൈമാൻ അലൈഹിസ്സലാമും രണ്ടുപേരുടെയും ഖബർ ജെറൂസലേമിൽ, ദാവൂദ് നബിൻ്റെത് മഅറൂഫാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെത് ബൈത്തുൽ മുഖദ്ദസിന്റെ കെട്ടിൽ എവിടെയോ ആണ്, അത്രേ പറയൂ, എവിടെയാണെന്നറിയില്ല, മഅറൂഫല്ല. അസ്റാറുകളുടെ ആളുകൾക്ക് അഹ്ലുൽ മഅരിഫത്തിന് അതറിയാം. ചിലരൊക്കെ പറയും ഇന്ന സ്ഥലത്താണ്, ഈ ഏരിയയിലാണെന്നൊക്കെ പറയും, നമുക്കറിയില്ല. അപ്പോ കാറ്റിലൂടെ സുലൈമാൻ അലൈഹിസ്സലാമും പരിവാരങ്ങളും സഞ്ചരിക്കുകയാണ്. അത് അന്നത്തെ ഫ്ലൈറ്റാണ്, ഇൻവിസിബിൾ ഫ്ലൈറ്റ്. സുബ്ഹാനല്ലാഹ്, അബ്സ്ട്രാക്റ്റ് ആണ്, കോൺക്രീറ്റ് ആയ ഒരു സാധനമില്ല, ഇതുമേ ഉള്ള അബ്സ്ട്രാക്റ്റ് ആണ്. അതിങ്ങനെ പോകുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് ലഖദ് ഊതിയ ആലു ദാവൂദ മുൽക്കൻ അളീമാ, പടച്ചവനെ നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ, ദാവൂദ് നബിയുടെ മക്കൾക്ക് അല്ലാഹുവേ എത്ര വലിയ അധികാരമാണ് നീ കൊടുത്തത്, കാറ്റിലൂടെയല്ലയോ അവർ പറന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോ സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം അവിടെ ഇറങ്ങട്ടെ എന്ന് ആജ്ഞാപിച്ചു. ആ വയലിന്റെ ഓരത്ത് ലാൻഡ് ചെയ്തു അവര്, സുലൈമാൻ അലൈഹിസ്സലാം. ഈ ശബ്ദം കേട്ടു. കാരണം എന്തേ? ഉറുമ്പിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. നമ്മുടെ കയ്യിൽ ഒരു ഉറുമ്പരിച്ചവരെ നമുക്ക് അതിനെ കേൾക്കാൻ കഴിയില്ല. ഒരു താഴ്വരയിൽ പോകുന്ന ഉറുമ്പിൻ കൂട്ടങ്ങളെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നിൽക്കി മാർച്ച് ചെയ്യലിൻ, സ്റ്റോപ്പ്, ആ ഉറുമ്പുകളൊക്കെ ഒന്ന് മാറി നിൽക്കട്ടെ, നമ്മൾ അവരെ ചതച്ചരച്ചേക്കും എന്ന് പറഞ്ഞ് ഉറുമ്പിന്റെ സംസാരം കേട്ടു. ഹുദ്ഹുദിന്റെ ഭാഷ മനസ്സിലായി. ഇതൊക്കെ അല്ലാഹു നൽകിയ മഹാനാണ് സുലൈമാൻ അലൈഹിസ്സലാം. സബയിൽ നിന്ന്, യമൻ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മൂലയിലേക്ക് എത്തി നിൽക്കുന്നത്, അറേബ്യയുടെ സൗത്ത് ഈസ്റ്റിൽ കിടക്കുന്ന രാജ്യമാണ് യമൻ. യമനിൽ നിന്ന് നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന ഫലസ്തീനിലേക്ക് സബ രാജ്ഞിയുടെ ബിൽഖീസിന്റെ കൊട്ടാരം കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട്, കണ്ണ് അത്രയും സമയം എടുത്തില്ല എന്നാ. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഞാൻ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ, അല്ലാഹുവിനോട് നന്ദി കേടാണോ ചെയ്യുന്നത് എന്നെന്നെ പരീക്ഷിക്കാൻ അല്ലാഹു എനിക്ക് നൽകിയ പരീക്ഷണമാണിത് എന്ന് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം. വലിയൊരു മഹാത്ഭുതം നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇത് അല്ലാഹു എന്നെ പരീക്ഷിക്കുകയാണ് എന്ന്? ഒരിക്കലും ചിന്തിക്കാറില്ല അല്ലേ? ഒരു ബൈക്ക് കിട്ടി, ചെറുപ്പക്കാർക്ക് ബൈക്ക് കിട്ടുമ്പോൾ നല്ല അല്ലെ, ഹെൽമെറ്റൊക്കെ ഇട്ട് പോയിക്കോളേ. ബൈക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പടച്ചോനെ ഇതെന്നെ പരീക്ഷിക്കാൻ അള്ളാഹു എനിക്ക് തന്ന ഒരു പരീക്ഷണമാണ് ഈ ബൈക്ക്, അല്ലെങ്കിൽ എൻ്റെ കാറ്, എൻ്റെ വാഹനം, എൻ്റെ ജോലി, എൻ്റെ ഈ സ്ഥാനം എന്നാരെങ്കിലും ഒരു മുസ്ലിം ചിന്തിക്കാറുണ്ടോ? പരീക്ഷണമല്ലേ അതൊക്കെ, ഇബ്തിലാകളല്ലേ. അവിടെ ലാൻഡ് ചെയ്ത് സുലൈമാൻ അലൈഹിസ്സലാം ആ മനുഷ്യനോട് ചെന്ന് ചോദിച്ചു, എന്താണ് മാദാ ഖുൽസ്? ഇയാൾ പേടിച്ചു. എന്താ നിങ്ങൾ പറഞ്ഞത്? ചോദിക്കുന്നത് നബിയുല്ലാഹി മലിക്കുൽ, അവിടെ ലോകം ഭരിച്ച രാജാവാണിത്, മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം ചോദിക്കുന്നത്, എന്തേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്? അയാൾ പേടിച്ചു. മാ ഖുൽതു ഇല്ലാ ഖൈറാ, ഞാൻ ഒന്നും മോശപ്പെട്ടൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ നല്ലതല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്താ നിങ്ങൾ പറഞ്ഞ ആ വാക്കൊന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോ, നിങ്ങളിങ്ങനെ ആകാശത്തുകൂടെ പറന്നു പോകുന്ന നിങ്ങളും പരിവാരങ്ങളും എൻ്റെ പറമ്പിന്റെ മേലെ പറന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ലഖദ് ഊതിയ ആലു ദാവൂദ മുൽക്കൻ അളീമാ. സുബ്ഹാനല്ലാഹ്, ദാവൂദ് നബിന്റെ മക്കൾക്ക് അല്ലാഹു കൊടുത്ത അധികാരമേ, അതിന്റെ ഒരു വണ്ണം വലുപ്പവും കണ്ടില്ലേ? ഞാൻ അത്ര പറഞ്ഞു പോയി സുലൈമാൻ നബിയെ. ഞാൻ നിങ്ങൾക്ക് കേൾക്കണോ? ഖൗലുക സുബ്ഹാനല്ലാഹ്,
സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞത് ഖൈറുൻ മിമ്മാ ഊതിയ ആലു ദാവൂദ്, ദാവൂദ് നബിയുടെ മക്കൾക്ക് അല്ലാഹു നൽകിയ അധികാരത്തെക്കാളും വലുതാണ്. ഞാൻ ഈ ചെയ്യുന്ന യാത്രയും ഈ അന്തരീക്ഷത്തിൽ പറക്കുന്ന ഈ പറക്കലും എൻ്റെ രാജാധികാരവും എൻ്റെ സമ്പാദ്യവും എനിക്ക് അല്ലാഹു തസ്ഖീർ ചെയ്തെന്ന ജിന്നുകളുടെ ലോകവും ഇതിനേക്കാളൊക്കെ വലുത് നിങ്ങളുടെ നാവുകൊണ്ട് പറഞ്ഞ സുബ്ഹാനല്ലാഹ് എന്ന വാക്കാണ് എന്ന് പഠിപ്പിച്ചതും അത് തിരിച്ചറിഞ്ഞതുമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മഹത്വം. പൈസ ഉണ്ടാവുമ്പോഴേ ഇതിനൊന്നും ദിക്റല്ല ആളെ കിട്ടൂല. പൈസക്കാരൊന്നും ദിക്റിന്റെ മജ്‌ലിസിൽ വന്നിരിക്കാറുണ്ടാ? മുതലാളിമാര് വന്നിട്ട് നമ്മുടെ ഹദ്ദാദ് റാത്തീബ് ദിക്റിന്റെ മജ്‌ലിസിൽ ഇരിക്കോ? സ്വലാത്തിന്റെ മജ്‌ലിസിലുണ്ടോ? ദിക്റിന്റെ മജ്‌ലിസുകളിലുണ്ടോ? നിങ്ങളുടെ സമ്പത്തിനേക്കാളൊക്കെ വലുത് ഖൗലുക സുബ്ഹാനല്ലാഹ്. ഇതാണ് ഒരു മുസ്ലിമിന്റെ കയ്യിൽ അധികാരവും പൈസയും കിട്ടുമ്പോഴുള്ള വ്യത്യാസം. ഇതാണ് അപ്പോഴാ മുഅ്മിനാവുന്നത്. ഇതൊക്കെ കിട്ടിയാലും അതിന്റെ കപ്പുറം എന്റെ നാവുകൊണ്ട് ഞാൻ ചൊല്ലുന്ന ദിക്റാണ്, സ്വലാത്താണ്, അല്ലാഹുവിന്റെ കലാമാണ്, തിലാവത്തുൽ ഖുർആനാണ്, എന്റെ ദീനിന്റെ ഖിദ്മത്ത് ഞാൻ ചെയ്യുന്ന പണിയാണ്, മഹല്ലത്തിനും നാടിനും ചെയ്യുന്ന എന്റെ സേവനമാണ്, എന്റെ നിസ്കാരമാണ്, ഇതിനേക്കാളൊക്കെ വലുത് എന്ന് തിരിച്ചറിയണം. അപ്പോഴാണ് അല്ലാഹു നൽകുന്ന പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. സുലൈമാൻ നബിക്ക് അത് ബോധ്യപ്പെട്ടു. അതല്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പവർ. അതൊരു വേറൊരു സാധാ മനുഷ്യനാണെങ്കിൽ അത് ചെയ്യൂല. ദുൽഖർനൈൻ ചക്രവർത്തിയെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു ഉദ്ധരിച്ചതും അതിന്റെ പേരിലാണ്. വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബാ ഫഅത്ബഅ സബബാ. രാജാധികാരത്തിനും രാജ്യം വെട്ടിപ്പിടിക്കാനും സൈന്യവും സമൃദ്ധിയും സമ്പത്തും എല്ലാം സബബുകളായി ദുൽഖർനൈൻ എന്ന് പറയുന്ന സൈറസ് രണ്ടാമൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് അല്ലാഹു നൽകിയപ്പോഴാണ് സൂറത്തുൽ കഹ്ഫിലെ 4 ചരിത്രങ്ങളിൽ ഒരു മഹാചരിത്രമായി ദുൽഖർനൈൻ ചക്രവർത്തിയെ അല്ലാഹു അനുസ്മരിക്കുന്നത്. ഇതൊക്കെ കൊടുത്തപ്പോഴും അല്ലാഹുവിനെ മറന്നില്ല, അല്ലാഹുവിനെ ഭയപ്പെട്ടില്ല. വലിയ പൈസ ഒന്നും വേണ്ട, അറിവുണ്ടായാൽ അല്ലാഹുവിനെ മറക്കും ചില ആളുകൾ. നല്ല മസിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ജിമ്മിനൊക്കെ പോകുന്ന മക്കളൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. അതൊന്നും ഞാൻ ചെറുതാക്കി കാണിക്കല്ലേ, നല്ലതാണ്. ആരോഗ്യം അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ് വഫീ കുല്ലിൻ ഖൈർ. A strong believer is dearer to Allah than a weak believer, though there is goodness in both. രണ്ടാളിലും ഖൈറുണ്ട്. ആരോഗ്യമുള്ള മുഅ്മിനും ആരോഗ്യമില്ലാത്ത മുഅ്മിൻ രണ്ടാളിലും ഖൈറുണ്ട്. പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടം ആരോഗ്യമുള്ള മുഅ്മിനെയാണ്. എന്തിനെന്നറിയോ? ആ ആരോഗ്യം അവൻ ഉമ്മത്തിന്റെ ഖിദ്മത്തിന് ചെലവഴിക്കും. ഇപ്പോൾ ജിമ്മിന് പോകുന്ന എന്തിനാ നിങ്ങൾ? ഫോട്ടോ എടുക്കാൻ, മസിൽ ഇങ്ങനെ കാട്ടി കൊടുക്കാൻ. ആ മസിൽ കൊണ്ട് ഒരു ചാക്ക് സിമെന്റ് ഏറ്റി പള്ളിക്ക് ഖിദ്മത്ത് എടുക്കുന്ന വിചാരം കിട്ടുന്നുണ്ടാ? ദേ നമുക്കിവിടെ ഉറൂസിന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, നീ വാ, അത്ര വലിയ മസിലുള്ള ആളല്ലേ, നമുക്ക് ഒന്നുണ്ട്, പിന്നെ ഇവിടെ കുഴി കുഴിക്കാനുണ്ട്, ഇവിടെ എന്തൊക്കെയോ സൗകര്യങ്ങൾ ചെയ്യാനുണ്ട്, കസേര വിരിക്കണം. അതിന് ആ ലോകത്തന്നെ അവരില്ല. അവര് മസിലുകളുടെ ഷോ ഓഫിന്റെ ഒരു ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുക. അവർക്കത് കാണിക്കലേ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് എന്തിന് ഈ ആരോഗ്യമൊക്കെ ഉണ്ടായിട്ട് എന്തിന് ഇതുകൊണ്ട് ചെയ്യുന്നു? അങ്ങനെ ഒരു എൻഡ് റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. അപ്പൊ നമ്മൾ പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പൈസ എന്നത് ഒരു വസീലയാണ്, ഇറ്റ്സ് എ മീൻസ്, അതൊരു വഴിയാണ്. ആ വഴി എവിടേക്കാണ് എത്തേണ്ടത്? ഇതൊക്കെ ഉണ്ടായിട്ട് നീ എന്ത് ചെയ്യും? അബ്നി ലില്ലാഹി മസ്ജിദ, ഞാൻ അല്ലാഹുവിന് ഒരു മസ്ജിദ് ഉണ്ടാക്കി കൊടുക്കും, യതീമിനൊരു ഭവൻ ഉണ്ടാക്കി കൊടുക്കും, ഒരു വിധവയെ ഞാൻ സംരക്ഷിക്കും, നാട്ടിലൊരു ഡയാലിസിസ് സെന്റർ ഉണ്ടാക്കും, ഇവിടെ ഒരു ആതുര സേവനം ഉണ്ടാക്കും, ഫ്രീ മെഡിസിൻ കൊടുക്കുന്ന സംവിധാനം ഞാൻ ഉണ്ടാക്കും, എനിക്കല്ല പൈസ തന്നാൽ. അതല്ലെന്ന് ചിന്തിക്കുന്നത്. മുപ്പരെക്കാളും എൻ്റെ കയ്യിൽ പൈസ വേണം, അയാളെക്കാളും എൻ്റെ കയ്യിൽ പൈസ കിട്ടണം, ഞാൻ നാട്ടിൽ ഏറ്റവും വലിയ പൈസക്കാരാണ്. എന്നിട്ട് നീ എന്ത് ചെയ്യും? അത് മതിയല്ലോ, പൈസ ഉണ്ടായാൽ മതിയല്ലോ. അല്ല, ആരോഗ്യം മസിൽ ഉണ്ടാക്കാൻ, ഈ മസിൽ ഗ്രോ ചെയ്യാൻ എന്തൊക്കെയോ ബാൻഡ് മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അടിച്ചു കയറ്റിയിട്ട് വീർപ്പിക്കുകയാണ്. സിക്സ് പാക്ക് ചെറിയൊരു ടീഷർട്ടോട് ഇതുവരെ. അപ്പോൾ ആ മസിൽ ഇങ്ങനെ കൈ തന്നെ മുഴുവൻ വെക്കാൻ കഴിയില്ല, എങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. എന്നാൽ ആ കൈ കൊണ്ട് നീ പാവപ്പെട്ട ഒരാളെ സഹായിച്ചോ? നീ നിന്റെ കൈ കൊണ്ട്? ഇല്ല, ഞാനൊരു 150 പുഷപ്പ് 1 മിനിറ്റിൽ ചെയ്യും. എന്ത് കാര്യം?
നീ നിന്റെ കൈ കൊണ്ട് അള്ളാഹുവിന്റെ മസ്ജിദിനെ, നിന്റെ ദീനിനെ, നിന്റെ പാവപ്പെട്ട ഏതെങ്കിലും ഒരു രോഗി വീണ് കിടക്കുമ്പോ അയാളെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിന്റെ മസിൽ കൊണ്ടായോ? ഇല്ലല്ല, ഞാൻ പിന്നെ ഇത്ര വെയിറ്റ് ലിഫ്റ്റ് ചെയ്യും, ഒരു 150 കിലോ എടുക്കും. ഒരു കാര്യമില്ല. അൽ മുഅ്മിനുൽ ഖവി ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ്. മുഅ്മിനായ മനുഷ്യൻ, ആരോഗ്യമുള്ളവനെ അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്തുകൊണ്ട് ഇഷ്ടമെന്നറിയോ? ആ ആരോഗ്യം കൊണ്ട് സമൂഹത്തിന് അവർ നന്മ ചെയ്യും. വയുൻഫിഖൂ മിമ്മാ അർസഖനാഹും. അള്ളാഹു നൽകിയതിൽ നിന്ന് ആരോഗ്യമാണ് അവരുടെ കയ്യിലുള്ളത്. മാഷാ അല്ലാഹ്, ആരോഗ്യം കൊണ്ട് അള്ളാഹുവിലേക്ക് ഒരു ഖിദ്മത്ത് ചെയ്യും. അത് വേണം. ഇതൊക്കെ ദാനധർമ്മങ്ങളാണ്. ഒരു ദാനവും ചെയ്യാൻ കഴിയാത്ത ആരും ഇവിടെയില്ല. പുണ്യനബി പറയാൻ, അള്ളാഹു നിങ്ങളോട് സംസാരിക്കും, നിങ്ങളുടെയും അള്ളാഹുവിന്റെയും മുമ്പിൽ ആരുമില്ല. മുമ്പിലും പിറകിലും സൈഡിലും. മുമ്പിൽ നരകം, വലതു ഭാഗത്തും ഇടതു ഭാഗത്തും നിങ്ങളുടെ കർമ്മങ്ങൾ. ആ നരകത്തെ സൂക്ഷിക്കണോ? വലോ ബിശിഖ്ഖി തംറ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.